ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ്റെ 11ാമത്തെ ഭാഗം നോക്കുകയാണ്. അതിൽ അക്കോർഡിംഗ് ടു വാൽവ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ഒരു എഞ്ചിനിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വാൽവുകളുണ്ട്. ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. പറയുന്നത് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കാര്യമാണ്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ മാത്രമേ വാൽവുകളുള്ളൂ. 2 സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവുകൾക്ക് പകരം പോർട്ടുകളാണുള്ളത്. അപ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിനിലുള്ളത് 2 ടൈപ്പ് വാൽവുകളാണ്. ഒന്ന് ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നു, 2 എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നു. ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെ, അതായത് പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെയോ, ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ വെറും എയറിനെയോ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവുകളാണ്. ഇനി എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുകയാണെങ്കിൽ, സിലിണ്ടറിൻ്റെ ഉള്ളിൽ കത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ എയർ ഫ്യൂൽ മിക്സ്ചർ കത്തി പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഈ എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവാണ് എക്സോസ്റ്റ് വാൽവ്. ഒരു സിലിണ്ടറിൽ മിനിമം 2 വാൽവെങ്കിലും ആവശ്യം വരും. കാരണം ഒരു എക്സോസ്റ്റ് വാൽവും ഒരു ഇൻലെറ്റ് വാൽവും എന്തായാലും ഒരു സിലിണ്ടറിൽ വേണം. അപ്പോൾ ഒരു എഞ്ചിനിൽ സപ്പോസ് 4 സിലിണ്ടറാണ് ഉള്ളതെങ്കിൽ മിനിമം 8 വാൽവുകളെങ്കിലും ഉണ്ടായിരിക്കും. കാരണം ചില എഞ്ചിനുകളിൽ ഒരു സിലിണ്ടറിൽ തന്നെ 2 ഇൻലെറ്റ് വാൽവൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം പെട്ടെന്ന് കൂടുതൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചില വാഹനങ്ങളിലൊക്കെ എന്ത് ചെയ്യും, 2 ഇൻലെറ്റ് വാൽവും 2 എക്സോസ്റ്റ് വാൽവും ഒക്കെ വെക്കും. അതൊക്കെ എഞ്ചിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സിലിണ്ടറിൽ മിനിമം 2 വാൽവുകൾ ഉണ്ടായിരിക്കും, ഒന്ന് ഇൻലെറ്റ് വാൽവും ഒരു എക്സോസ്റ്റ് വാൽവും. അപ്പോൾ ആ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്. അത് എവിടെയൊക്കെ വെക്കാം? വേണമെങ്കിൽ സിലിണ്ടറിൽ വെക്കാം, അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൽ വെക്കാം, അല്ലെങ്കിൽ സിലിണ്ടർ ഹെഡിൽ വെക്കാം. ഈ 2 ഭാഗത്തേ വെക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ എഞ്ചിൻ ഹെഡിൽ വെക്കാം, അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്കിൽ വെക്കാം. നമ്മൾ മാറി മാറി പറയാറുണ്ട്, എഞ്ചിൻ ബ്ലോക്ക് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്ക്, അല്ലെങ്കിൽ എഞ്ചിൻ ഹെഡ് സിലിണ്ടർ ഹെഡ്, അങ്ങനെ രണ്ടും പറയാറുണ്ട്. രണ്ടും ഒരേ തന്നെ അർത്ഥം വരുന്നത്. അപ്പോൾ 2 തരത്താണ് വാൽവുകൾ വെക്കാൻ പറ്റുക. ഒന്നെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൽ അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്കിൽ വെക്കാം, അല്ലെങ്കിൽ എഞ്ചിന്റെ ഹെഡിൽ വെക്കാം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ 4 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. 4 രീതിയിൽ എന്ന് പറയുമ്പോൾ 4 ടൈപ്പാണ്. എൽ ടൈപ്പ്, ഐ ടൈപ്പ്, എഫ് ടൈപ്പ് ആൻഡ് ടി ടൈപ്പ്. 4 എണ്ണമാണ്. LIFT. ഇത് ഒരുമിച്ച് പെട്ടെന്ന് വായിക്കാൻ ലിഫ്റ്റ് എന്ന് വായിക്കി നോക്കണം അല്ലേ, LIFT. ഈ 4 ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഐ ഹെഡ് ടൈപ്പ്, എൽ ഹെഡ്, ഐ ഹെഡ്, എഫ് ഹെഡ്, ടി ഹെഡ്, അങ്ങനെ നമ്മൾ പറയാം. ഐ ഹെഡ് ഡിസൈൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത്. അതായത് ഇപ്പോൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വാഹനങ്ങളിലെല്ലാം ഐ ഹെഡ് ഡിസൈൻ ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഏകദേശം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ആ 4 ടൈപ്പ് അറേഞ്ച്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒന്നാമത്താണ് ഐ ഹെഡ്, എൽ ഹെഡ്, മൂന്നാമത്തെ എഫ് ഹെഡ്, നാലാമത് കാണുന്നത് ടി ഹെഡ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ വരച്ചെടുക്കേണ്ട കാര്യമുണ്ട്, വൃത്തിയായിട്ട് വരച്ചെടുക്കണം. ഓരോ വാൽവുകളെയും നമുക്ക് വേണമെങ്കിൽ പേരെഴുതി വെക്കാം. ഇത് ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, ഇവിടെ പ്രത്യേകം എഴുതി വെക്കണം, ഇവിടെയും അങ്ങനെ എഴുതി വെക്കണം. ഇവിടെ പിന്നെ 2 വാൽവുകൾ കാണുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയും 2 വാൽവുകൾ പ്രത്യേകം പേരെഴുതി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ചിത്രം വരുന്ന ഐ ഹെഡിലേക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഇതാണ് സിലിണ്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ എൻജിൻ ബ്ലോക്ക്. ഈ കാണുന്നതാണ് എൻജിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കിൻ്റെ മുകളിലാണ് ഹെഡ് വെച്ചിട്ട് ആ സിലിണ്ടറിനെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. മുകളിൽ സിലിണ്ടർ ഹെഡ് വെച്ച് അടയ്ക്കും, താഴത്ത് അതിൻ്റെ പിസ്റ്റൺ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിസ്റ്റണാണ്. അപ്പോൾ ഐ ഹെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും, 2 വാൽവുകളും ഇരിക്കുന്നത് സിലിണ്ടർ ഹെഡിലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. 2 വാൽവുകൾ ഇരിക്കുന്നത് സിലിണ്ടറിൻ്റെ ഹെഡിൽ തന്നെയാണ്. അതുപോലെ കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഓവർ ഹെഡ് വാൽവ് എഞ്ചിൻ എന്ന് വിളിക്കാറുണ്ട്. 2ഉം എഞ്ചിൻ്റെ ഹെഡിലായതുകൊണ്ട് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം എന്നുകൂടി ഇതിനകത്ത് വിളിക്കാറുണ്ട്. അപ്പോൾ 2 എണ്ണം ആയില്ലേ, ഐ ഹെഡ് അല്ലെങ്കിൽ ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് 2 വാൽവുകളും ഇരിക്കുന്നത് ഹെഡിലാണ്. 2 വാൽവുകളും ഹെഡിലാണ്, സിലിണ്ടർ ബ്ലോക്കിൽ ഒന്നുമില്ല.
അപ്പോൾ അതാണ് അതിൻ്റെ കാര്യമുള്ളത്. ഇനി ഇതിന് അറിയാനുള്ളത്, ഈ വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു സിംഗിൾ ക്യാം ഷാഫ്റ്റ് മതി. നമുക്കത് ഓപ്പറേറ്റിംഗ് മെക്കാനിസം വരുന്നുണ്ട്, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുക, ഈ രണ്ട് വാൽവുകളെയും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്. ഒരു വാൽവ് മെക്കാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്യാം ഉപയോഗിച്ച് നമുക്ക് എല്ലാ വാൽവുകളെയും എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഐ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് വാൽവുകൾ ഇരിക്കുന്നത് ഹെഡിലാണ്. ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു വാൽവ് മെക്കാനിസത്തിലെ ഒരേ ഒരു ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് വാൽവുകളെയും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ചിത്രമാണ് എൽ ഹെഡ് എന്ന് പറയുന്നത്. എൽ ഹെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വാൽവുകളും, അതായത് ഇൻലെറ്റ് വാൽവുകളും എക്സോസ്റ്റ് വാൽവുകളും സിലിണ്ടർ ബ്ലോക്കിൻ്റെ, അതായത് എൻജിൻ ബ്ലോക്കിൻ്റെ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വാൽവുകൾ ഇരിക്കുന്നത് ബ്ലോക്കിലാണ്. നോക്കണേ, ഹെഡ് എന്ന് പറഞ്ഞാൽ മുകളിലാണ്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ താഴെയാണ്. അപ്പോൾ താഴെ കാണുന്നതെല്ലാം ബ്ലോക്കാണ്, മുകളിൽ കാണുന്നതെല്ലാം ഹെഡാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എവിടെ ഇരിക്കുന്ന വാൽവുകളെല്ലാം ഇരിക്കുന്നത് ബ്ലോക്കിലാണ്, എൻജിൻ ബ്ലോക്കിലാണ്. അതും ഒരേ സൈഡിൽ തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ എന്തുണ്ടായിരിക്കും, അടുത്ത വാൽവ് ഉണ്ടായിരിക്കും. നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു വാൽവല്ലേ കാണാൻ പറ്റുള്ളൂ, കാരണം ഒന്ന് അതിൻ്റെ തൊട്ട് പുറകിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വ്യൂവിൽ കാണാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് വാൽവുകളും സൈഡ് ബൈ സൈഡായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വാൽവേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ തന്നെ അടുത്തൊരു വാൽവ് കൂടി ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. രണ്ട് വാൽവുകൾ ഇരിക്കുന്നത് എവിടെയാണ്, എൻജിൻ ബ്ലോക്കിലാണ്, അതും ഒരേ സൈഡിൽ തന്നെയാണ്. ഈ രണ്ട് വാൽവുകളെയും ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സിംഗിൾ ക്യാം ഷാഫ്റ്റ് തന്നെ മതി. അപ്പോൾ എൽ ഹെഡിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. രണ്ട് വാൽവുകൾ ഇരിക്കുന്നത് ബ്ലോക്കിലാണ്, ആ ബ്ലോക്കിൻ്റെ തന്നെ ഒരേ സൈഡിലാണ്. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു ക്യാം ഷാഫ്റ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് എൽ ഹെഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേര് വരാൻ കാരണം നോക്കുകയാണെങ്കിൽ നമുക്കൊരു എൽ ഷേപ്പിലല്ലേ കാണുന്നത്, ഒരു എൽ ഷേപ്പിൽ ആണ് ഉദ്ദേശിക്കുന്നത്. എല്ല് തിരിച്ചു വെച്ചപ്പോൾ 7 പോലെ തോന്നും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് എല്ല് പോലെയല്ലേ കാണുക. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, എൽ ഷേപ്പിൽ എന്ന് വിളിക്കുന്നത്. എൽ ഹെഡ് ടൈപ്പ് എൻജിൻ എന്ന് പറയുന്നത്. ഈ എൽ ഹെഡ് എന്ന് പറയുന്നത് ഒരു സൈഡ് വാൽവ് മെക്കാനിസം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഐ ഹെഡ് എന്ന് പറയുന്നത് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസമാണ്. എൽ ഹെഡ് എന്ന് പറയുമ്പോൾ സൈഡ് വാൽവ് മെക്കാനിസമാണ് വരിക. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാനുണ്ട്. ഓവർ ഹെഡ് വാൽവും സൈഡ് വാൽവും നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഐ ഹെഡ് ഓവർ ഹെഡ് ആണെങ്കിൽ എൽ ഹെഡ് സൈഡ് വാൽവ് മെക്കാനിസമാണ് വരുന്നത്. ഇനി നമുക്ക് എഫ് ഹെഡിലേക്ക് നോക്കുകയാണെങ്കിൽ, എഫ് ഹെഡിൽ വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഇരിക്കുന്നത് ഒരേ സൈഡിൽ തന്നെയാണ്, അല്ലേ? സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഒരേ സൈഡിലാണ്. പക്ഷെ ഒന്ന് ഇരിക്കുന്നത് ബ്ലോക്കിലും ഒന്ന് ഹെഡിലുമാണ്. ബ്ലോക്കിലിരിക്കുന്നത് എക്സോസ്റ്റ് വാൽവാണ്, ഹെഡിലിരിക്കുന്നത് ഇൻലെറ്റ് വാൽവാണ്. രണ്ടും ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു സിംഗിൾ ക്യാം ഷാഫ്റ്റ് തന്നെ മതി. പക്ഷേ രണ്ട് മെക്കാനിസമാണ്. ഇവിടുന്ന് സൈഡ് വാൽവ് മെക്കാനിസവും, എക്സോസ്റ്റ് വാൽവ് ഉപയോഗിക്കുന്നത് സൈഡ് വാൽവ് മെക്കാനിസവും, ഇൻലെറ്റ് വാൽവ് ഉപയോഗിക്കുന്നത് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം. നോക്കിയാൽ അറിയാം, ഈ എഫ് ഹെഡ് എന്ന് പറയുന്നത് ഐ ഹെഡിൻ്റെയും എൽ ഹെഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇൻലെറ്റ് വാൽവ് നോക്കുകയാണെങ്കിൽ അത് ഓവർ ഹെഡ് മെക്കാനിസമാണ്. എക്സോസ്റ്റ് വാൽവ് നോക്കുകയാണെങ്കിൽ അത് സൈഡ് വാൽവ് മെക്കാനിസം അല്ലെങ്കിൽ എൽ ഹെഡ് മെക്കാനിസമാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന ഒരു ടൈപ്പാണ് എഫ് ഹെഡ് എന്ന് പറയുന്നത്. എഫ് ഹെഡ് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സൈഡ് വാൽവ് മെക്കാനിസം, എക്സോസ്റ്റ് വാൽവിന് സൈഡ് വാൽവ് മെക്കാനിസവും ഇൻലെറ്റ് വാൽവിന് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസവും വേണം. ഈ രണ്ട് മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എഫ് ഹെഡിനെ കുറിച്ച് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, ഇൻലെറ്റ് വാൽവ് ഇരിക്കുന്നത് ഹെഡിലാണ്, എക്സോസ്റ്റ് വാൽവ് ഇരിക്കുന്നത് എൻജിൻ ബ്ലോക്കിലാണ്. രണ്ടും ഒരേ സൈഡ് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് എല്ലിൻ്റെയും ഐൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സിംഗിൾ ക്യാം ഷാഫ്റ്റ് മതി. പക്ഷേ എക്സോസ്റ്റ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടും പുഷ് റോഡ് ഉപയോഗിച്ചാണെങ്കിൽ, ഇൻലെറ്റ് വാൽവ് ഉപയോഗിക്കണമെങ്കിൽ ക്യാം ഷാഫ്റ്റ്, ടാപ്പറ്റ്, പുഷ് റോഡ്, പിന്നെ ഒരു റോക്കർ ആം മെക്കാനിസം ആവശ്യമായിട്ട് വരും. അതിന് നമ്മൾ ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം എന്നാണ് വിളിക്കുക. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. തൽക്കാലം ഇവിടെ സൈഡ് വാൽവ് മെക്കാനിസം, എക്സോസ്റ്റ് വാൽവ് ഉപയോഗിക്കുന്നത് സൈഡ് വാൽവ് മെക്കാനിസവും ഇൻലെറ്റ് വാൽവ് ഉപയോഗിക്കുന്നത് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസവും ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് എഫ് ഹെഡിൽ രണ്ട് ടൈപ്പ് മെക്കാനിസവും വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സൈഡ് വാൽവ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഓവർ ഹെഡ് മാത്രമേ ഉള്ളൂ. എഫ് ഹെഡിലേക്ക് എത്തിയപ്പോൾ രണ്ട് മെക്കാനിസവും ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഐ ഹെഡിൻ്റെയും എൽ ഹെഡിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത അവസാനത്തെ ടൈപ്പാണ് ടി ഹെഡ്. ചിത്രം നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് ടി ഹെഡ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ടി പോലെയുണ്ട്, കാണാമല്ലോ. ഈ ഹെഡും സിലിണ്ടറും തമ്മിൽ ഒരു ടി ആകൃതിയിലാണ് ഇരിക്കുന്നത്.
നോക്കിങ്ങനെ ഒരു വര വരച്ച ടി പോലെ ഇരിക്കുന്നു. ഇനി ഓരോ വാൽവുകളും എവിടേക്കാണ് ഇരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇൻലെറ്റ് വാൽവ് ഇരിക്കുന്നത് ബ്ലോക്കിലാണ്, എക്സോസ്റ്റ് വാൽവ് ഇരിക്കുന്നതും ബ്ലോക്കിൽ തന്നെയാണ്. പക്ഷേ എന്താ വ്യത്യാസം? രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ്. എൽ ഹെഡും ടി ഹെഡും തമ്മിൽ വ്യത്യാസം നോക്കിയാൽ അറിയാം. എൽ ഹെഡിലും ടി ഹെഡിലും രണ്ട് വാൽവുകൾ ഇരിക്കുന്നത് ബ്ലോക്കിൽ തന്നെയാണ്. പക്ഷേ എൽ ഹെഡിൽ രണ്ട് വാൽവുകളും ഒരേ സൈഡിൽ ഇരിക്കുമ്പോൾ ടി ഹെഡിൽ രണ്ട് വാൽവുകളും ഓപ്പോസിറ്റ് സൈഡുകളിലാണ് ഇരിക്കുന്നത്. ഇൻലെറ്റ് വാൽവ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ എക്സോസ്റ്റ് വാൽവ് റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യാനുള്ള പ്രത്യേകത രണ്ട് ക്യാം ഷാഫ്റ്റ് ആവശ്യമുണ്ട്. കാരണം ഇവിടെ രണ്ടും ഒരേ സൈഡിലായതുകൊണ്ട് ഒരു ക്യാം ഷാഫ്റ്റ് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് സൈഡിലും ഓരോ ക്യാം ഷാഫ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ മെക്കാനിസം വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ക്യാം ഷാഫ്റ്റ് ആവശ്യമുണ്ട്. രണ്ട് വാൽവുകളും ഡയറക്റ്റ് ആയിട്ട് ടാപ്പറ്റ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. ടാപ്പറ്റ് എന്താണെന്നൊക്കെ അടുത്ത മെക്കാനിസം പറയും. രണ്ടും സൈഡ് വാൽവ് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ രണ്ട് സൈഡ് വാൽവ് മെക്കാനിസം ആവശ്യമുണ്ട്. ഇവിടെ എൽ ഹെഡിൽ ഒരു സൈഡ് വാൽവ് മെക്കാനിസം മതിയായിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് സൈഡ് വാൽവ് മെക്കാനിസം വേണം. രണ്ട് സൈഡ് വാൽവ് മെക്കാനിസം വേണമെങ്കിൽ രണ്ട് ക്യാം ഷാഫ്റ്റും ആവശ്യമുണ്ട്. ഇതാണ് 4 ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ടൈപ്പുകളുടെ പേര് അറിഞ്ഞിരിക്കാം. LIFT ആണ്, ലിഫ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഓർഡർ തന്നെ പഠിച്ചു വെച്ചാലും മതി. ഇപ്പോൾ ഈ ചിത്രം എന്ത് ചെയ്യുക, ആദ്യം വരയ്ക്കുക. ഇപ്പം ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ തന്നെ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ അടുത്ത് അറിയേണ്ടത് ഓരോ ടൈപ്പിലും ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഏത് പാർട്ടിലാണ് ഇരിക്കുന്നത്, സിലിണ്ടറിലാണോ ഹെഡിലാണോ, അല്ലെങ്കിൽ ബ്ലോക്കിലാണോ ഹെഡിലാണോ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഐ ഹെഡിലാകുമ്പോൾ രണ്ടും ഹെഡിൽ, എൽ ഹെഡിലാകുമ്പോൾ ഒരെണ്ണം ഹെഡ് രണ്ടും ബ്ലോക്കിൽ, എഫ് ഹെഡിലാകുമ്പോൾ ഇൻലെറ്റ് വാൽവ് ഹെഡിൽ, എക്സോസ്റ്റ് വാൽവ് ബ്ലോക്കിൽ, ടി ഹെഡിലാകുമ്പോൾ രണ്ടും ബ്ലോക്കിൽ. പിന്നെ അറിയേണ്ടത് ഏത് സൈഡിലാണ്. ഐ ഹെഡിൽ പിന്നെ സൈഡൊന്നുമില്ല, മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സൈഡിലാണ്, ഇവിടെയും രണ്ടും ഒരേ സൈഡിലാണ്, ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് സൈഡുകളിലാണ്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എത്ര ക്യാം ഷാഫ്റ്റ് ആവശ്യമുണ്ട്. ഇവിടെ ഒരു ക്യാം ഷാഫ്റ്റ് മതി, ഇവിടെയും ഒരു ക്യാം ഷാഫ്റ്റ് മതി, എഫ് ഹെഡിൽ ഒരു ക്യാം ഷാഫ്റ്റ് മതി. പക്ഷെ ടി ഹെഡിൽ രണ്ട് ക്യാം ഷാഫ്റ്റ് ആവശ്യമുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസമാണ്, ഇവിടെ ഉപയോഗിക്കുന്നത് സൈഡ് വാൽവ് മെക്കാനിസമാണ്. ഇവിടെ ഓവർ ഹെഡ് വാൽവും സൈഡ് വാൽവ് മെക്കാനിസം ആവശ്യമുണ്ട്, ഇവിടെ രണ്ട് സൈഡ് വാൽവ് മെക്കാനിസം ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ചിത്രം നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗം എത്തുമ്പോൾ ഐ ഹെഡ് ടൈപ്പ് എഞ്ചിൻ എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഈ ചിത്രം വരയ്ക്കുക. അതിൻ്റെ താഴെ എന്താണ് എഴുതേണ്ടതെന്ന് ഞാൻ തൊട്ടടുത്ത പേജിൽ കാണിച്ചു തരാം, അത് എഴുതി വയ്ക്കുക. എൽ ഹെഡ് എന്ന് ഹെഡിങ് കൊടുക്കുക, ഈ ചിത്രം വരയ്ക്കുക. ഈ വൃത്തിയായിട്ട് വരയ്ക്കണം. ഈ വാൽവുകളുടെയൊക്കെ പേരുകളൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി വെക്കണം. അതിനെക്കുറിച്ചുള്ള പോയിന്റ്സ് എഴുതി വയ്ക്കുക. ഇവിടെയും എല്ലാം അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ട നോട്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും, ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇതിൽ എഴുതിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി എഴുതി വെക്കണം. കാരണം എൽ ഹെഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡ് വാൽവ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ നോട്ടിൽ അത് എഴുതിയിരിക്കണം. എന്തൊക്കെയാണ് എഴുതേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഇൻലെറ്റ് വാൽവ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് എക്സോസ്റ്റ് വാൽവ് സ്ഥിതി ചെയ്യുന്നത്, ഏത് സൈഡിലാണ് രണ്ട് വാൽവുകൾ ഇരിക്കുന്നത്, ഏത് ടൈപ്പ് മെക്കാനിസമാണ് ഓരോ ടൈപ്പ് ഉപയോഗിക്കുന്നത്, എത്ര ക്യാം ഷാഫ്റ്റ് ആവശ്യമുണ്ട്. ഇതാണ് നമുക്ക് 4 പോയിന്റുകൾ അറിയേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പോയിന്റുകളും കൂടി എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ 4 പോയിന്റ് ഇതിനകത്ത് എഴുതിയിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെക്കണം. ഒരു ക്ലാസിഫിക്കേഷനും കൂടി നമുക്ക് ഈ സെഷനിൽ നോക്കിയിട്ട് പോകാം. അടുത്തതായിട്ട് വരുന്നത് അക്കോർഡിംഗ് ടു എയർ ഇൻഡക്ഷൻ ആണ്. എന്താണ് എയർ ഇൻഡക്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ എയർ നമ്മൾ സിലിണ്ടറിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. എയർ എന്ന് പറയുകയാണെങ്കിൽ വെറുതെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. എയറിനെ ഒന്നുകിൽ ആയാലും പിടിച്ച് വലിക്കണം, അല്ലെങ്കിൽ എയർ തള്ളി എടുക്കണം. എന്തിൽ മാത്രമേ എയർ മൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എയർ വെറുതെ അങ്ങോട്ട് തനിയെ മൂവ് ചെയ്യില്ലല്ലോ. അപ്പോൾ എയറിനെ ഒന്നെങ്കിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ എയറിനെ സെപ്പറേറ്റ് മെഷീൻ ഉപയോഗിച്ച് ഉള്ളിലേക്ക് തള്ളി കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ എന്ന് പറയുന്നു, രണ്ടാമത്തേതിനെ ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ എൻജിൻസ് എന്നും വിളിക്കുന്നു. അതിൽ തന്നെ ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ എൻജിൻസിനെ നമ്മൾ വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടർബോ ചാർജ്ഡ് എൻജിൻ എന്നും രണ്ടാമത്തേതിനെ സൂപ്പർ ചാർജ്ഡ് എൻജിൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് നോക്കുകയാണെങ്കിൽ,
ഈ എയർ ഇൻഡക്ഷനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയുള്ളൂ. വെറുതെ അത്യാവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ലായിരുന്നു. അപ്പോൾ എന്തിനാണ് നമുക്ക് സിലിണ്ടറിനുള്ളിൽ എയറിൻ്റെ ആവശ്യം? ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാനാണ്. ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കണമെങ്കിൽ എയർ ആവശ്യമുണ്ട്. കാരണം എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഫ്യൂവൽ വേണം. എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫ്യൂവലായിട്ട്. അതിനെ ബേൺ ചെയ്യിക്കാൻ നമുക്ക് വേണ്ടത് എയർ വേണം. എയറിലെ ഓക്സിജനാണ് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ എയർ എന്ന് പറഞ്ഞാൽ മതി. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രം പോരാ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഹീറ്റ് ആവശ്യമുണ്ട്. ഒന്ന് ചൂടാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? തീ പിടിക്കുകയുള്ളൂ. 3 എണ്ണം വേണം. എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി വരുന്ന 3 എണ്ണമാണ്. ഒന്ന് ഫ്യൂവൽ, എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന വസ്തു. പിന്നെ എയർ, ഓക്സിജൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന വസ്തു. പിന്നെ കുറച്ച് ഹീറ്റ്, എനർജി കൂടി ആവശ്യമുണ്ട്. എങ്കിൽ മാത്രം നമുക്ക് ഫ്യൂവലിലെ എനർജിയെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൂടുതൽ എയർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്യൂവൽ എന്ത് ചെയ്യാൻ പറ്റും? കത്തിക്കാൻ പറ്റും. കൂടുതൽ ഫ്യൂവൽ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പവർ കിട്ടും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കൂടുതൽ എയർ ഉള്ളിൽ എടുക്കുന്നതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പവർ കിട്ടും. കൂടുതൽ പവർ മാത്രമല്ല, കുറച്ച് വേറൊരു കാര്യം വെച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ഫ്യൂവൽ കൊടുത്തു, കുറച്ച് എയറെ കൊടുത്തിട്ടില്ലെങ്കിൽ കുറേ ഫ്യൂവൽ എന്ത് ചെയ്യില്ല? കത്തില്ല. കാരണം എയർ ഉണ്ടെങ്കിൽ മാത്രമേ, എയറിലെ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ കത്തുള്ളൂ. എയറിലെ ഓക്സിജൻ കത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന ഫ്യൂവലൊക്കെ എന്ത് ചെയ്യും? വേസ്റ്റ് ആയിട്ട് എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകും. അത് നമുക്ക് എക്കണോമിക്കലായിട്ട് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ എമിഷൻ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതായത് എന്താ പറയുക, പുകയായിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മലിനീകരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എയറിന് നമുക്ക് സിലിണ്ടറിലേക്ക് കയറ്റാൻ പറ്റുന്നോ അത്രത്തോളം ബെറ്റർ പെർഫോമൻസ് നമുക്ക് എന്തിൽ കിട്ടും? എഞ്ചിനിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ എയറിനെ എഞ്ചിനിലേക്ക് കയറ്റാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിയത്. കാരണം ആദ്യത്തെ എഞ്ചിനൊക്കെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയിരുന്നു. പിന്നീട് കൂടുതൽ എയറിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ എഞ്ചിൻസിലേക്ക് എത്തിയത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വോളിമെട്രിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. വോളിമെട്രിക് എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ഔട്ട്പുട്ടും എമിഷനും ഇംപ്രൂവ് ആവുകയും ചെയ്യും. പവർ ഔട്ട്പുട്ട് കൂടും, എമിഷൻ കുറയുകയും ചെയ്യുന്നു. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. എന്താണ് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ, എന്താണ് ടർബോ ചാർജർ എഞ്ചിൻ, എന്താണ് സൂപ്പർ ചാർജർ എഞ്ചിൻ എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. ഇപ്പം നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാച്ചുറലി ബ്രീത്തിങ് എഞ്ചിൻ എന്നാണ് പറയുക. സ്വയം ശ്വസിക്കുന്ന എഞ്ചിൻ. നമ്മളെങ്ങനെയാണ് ശ്വസിക്കുക? നമ്മുടെ ശ്വാസകോശം വികസിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എയർ മൂക്ക് വഴി ഉള്ളിലേക്ക് കയറിപ്പോകും. മൂക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒന്ന് ക്ലീനിങ്ങിന് വേണ്ടിയാണ് മൂക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ എഞ്ചിൻ്റെ എയറിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്ററൊക്കെ ഉണ്ട്. നമുക്ക് വിശദമായിട്ട് വേറൊരു സെക്ഷനിൽ നോക്കാം. ഇപ്പം നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്താ ചെയ്യുക? നമ്മുടെ പിസ്റ്റൺ TDC നിന്നും BDCയിലേക്ക് പോകണം. ഇൻലെറ്റ് സ്ട്രോക്കാണ് നോക്കുന്നത്. സക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് TDC നിന്നും BDCയിലേക്ക് പിസ്റ്റൺ താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യും. കാരണം പിസ്റ്റൺ താഴത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള സ്ഥലം കൂടിക്കൂടി വരികയാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യണമല്ലോ. ഫില്ല് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? പുറത്തുനിന്ന് എയറിനെ വലിക്കും. ആ വരുന്ന എയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് വരുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറായിരിക്കും. അപ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ ഉള്ളിലെ ഇൻടേക്ക് സ്ട്രോക്കിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമായിരിക്കും. അപ്പോൾ എഞ്ചിൻ ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത്. എഞ്ചിൻ എന്ത് ചെയ്യാണ്? സ്വയം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിസ്റ്റന്റെ ഡൗൺവേർഡ് മോഷൻ കാരണം പിസ്റ്റൻ എന്ത് ചെയ്യും? പിസ്റ്റന്റെ മുകളിൽ കുറച്ച് വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ വാക്വം എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫിൽറ്റർ വഴി എയറിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇത് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, അതായത് ഈ 4 സ്ട്രോക്കുകൾ ഉണ്ടല്ലോ, ഈ സ്ട്രോക്കുകളൊക്കെ നടക്കുന്നത് വളരെ വേഗത്തിലാണ്. കാരണം ഒരു സെക്കൻഡിൽ തന്നെ 10ഉം 200ഉം പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സ്ട്രോക്കിനും വളരെ കുറച്ച് സമയമുള്ളൂ. സെക്കൻഡിന്റെ 100ൽ1 സമയം കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സിലിണ്ടർ ചിലപ്പോൾ ഫില്ലാവാൻ പറ്റിയില്ല എന്ന് വരും. സിലിണ്ടർ ഫില്ലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫ്യൂവലെ കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ സിലിണ്ടറുകൾ വെക്കേണ്ടി വരും. കാരണം ഒരു സിലിണ്ടറിലേക്ക് വരുന്നതിന് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക? 2 സിലിണ്ടർ വെക്കുക. 2 സിലിണ്ടർ വെക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇരട്ടി എയറിനെ വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കൂടുതലായിരിക്കും. അതായത് എഞ്ചിന്റെ കപ്പാസിറ്റി കൂട്ടി വരേണ്ടി വരും. പവർ പക്ഷേ അനുസരിച്ച് കൂടുതലും ചെയ്യില്ല. അപ്പോൾ പവർ കൂട്ടണമെങ്കിൽ നമ്മൾ സിലിണ്ടറിന്റെ സൈസ് ഇങ്ങനെ കൂട്ടണം, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ എണ്ണം കൂട്ടി വരേണ്ടി വരും. അപ്പോൾ എഞ്ചിന്റെ വലിപ്പം കൂടി വരികയാണല്ലോ. എഞ്ചിന്റെ വലിപ്പം കൂടി വരുമ്പോൾ മറ്റ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം വെയിറ്റ് കൂടി വരും. വെയിറ്റ് കൂടുമ്പോൾ പവർ ലോസ് വീണ്ടും വരും.
അപ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിന്റെ പ്രശ്നം അതാണ്. കാരണം എന്ത് ചെയ്യാൻ, ഒരുപാട് എയറിനെ ഒരുമിച്ച് വലിക്കാൻ പറ്റില്ല. ഒരുപാട് എയർ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, സിലിണ്ടറിന്റെ കപ്പാസിറ്റി കൂട്ടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മറ്റടുത്ത് പവർ ലോസ് വരും. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസിന്റെ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ സിസ്റ്റംസ് ഉപയോഗിക്കാൻ വന്നു തുടങ്ങിയത്. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ബ്രീതിങ് എഞ്ചിൻ, സ്വയം ശ്വസിക്കുന്ന എഞ്ചിൻ എന്നാണ് അർത്ഥം വരുന്നത്. അതിലെന്താണ് ചെയ്യുക, പിസ്റ്റന്റെ ഡൗൺവേർഡ് മോഷൻ കാരണം പിസ്റ്റന്റെ മുകളിൽ എന്തുണ്ടാവും, അതായത് പിസ്റ്റൻ TDC നിന്ന് BDC യിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻലെറ്റ് സ്ട്രോക്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ വാക്വം അറ്റ്മോസ്ഫിയറിൽ നിന്നും ഫ്രഷ് ആയിട്ടുള്ള എയറിനെ ഫിൽറ്റർ വഴി ക്ലീൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ആ വരുന്ന എയർ അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിന്റെ അടുത്ത പ്രശ്നം വരുന്നത് എന്താണ്, ഈ സിലിണ്ടറിലേക്ക് വരുന്ന എയർ തനിയെ വരുന്നതായതുകൊണ്ട് തന്നെ വളരെ പതുക്കെ വരുള്ളൂ. പക്ഷെ സിലിണ്ടർ വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്നോണ്ടിരിക്കണം. എഞ്ചിന്റെ സ്പീഡ് വളരെ കൂടുതലാണെങ്കിൽ സിലിണ്ടർ ഫില്ല് ചെയ്യാനുള്ള അത്രയും എയറിന് ഉള്ളിലേക്ക് വരാൻ സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ പവർ ഔട്ട്പുട്ട് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ സിലിണ്ടറിന്റെ സൈസ് കൂട്ടുക അല്ലെങ്കിൽ സിലിണ്ടറിന്റെ എണ്ണം കൂട്ടുക ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, അതായത് സിലിണ്ടറിന്റെ കപ്പാസിറ്റി വളരെ കൂടുതൽ ആവശ്യം വരും. ഇതാണ് പഴയ കാലത്തെ, നമ്മുടെ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് തന്നെയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തുടങ്ങിയത്, ഫോഴ്സ്ഡ് ഇൻഡക്ഷൻ സിസ്റ്റങ്ങൾ തുടങ്ങിയത്. അതിൽ സിസ്റ്റം എഞ്ചിൻ വലിക്കുകയല്ല ചെയ്യുന്നത്, പകരം എഞ്ചിനിലേക്ക് എയറിനെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസറാണ്. കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എയറിനെ കംപ്രസ് ചെയ്യുന്ന വസ്തുവിനാണ് കംപ്രസർ എന്നുള്ളത്. നമ്മളെ വാഹനങ്ങളിലൊക്കെ ടയറിലൊക്കെ എയർ അടിക്കുന്നതും ഒരു കംപ്രസർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കംപ്രസർ എന്ത് ചെയ്യും, നമ്മൾ എയറിന്റെ ഇൻടേക്ക് പോയിന്റിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എഞ്ചിനിലേക്ക് എയർ കയറിപ്പോകുന്ന വഴിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കംപ്രസർ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ആ കംപ്രസർ അപ്പോൾ റൺ ചെയ്യിക്കണം. കംപ്രസർ വെറുതെ ഇരുന്നാൽ പറ്റില്ല. കംപ്രസർ എന്ത് ചെയ്യണം, പവർ കൊടുക്കണം. കംപ്രസറിനുള്ള പവർ നമ്മൾ എന്ത് ചെയ്യും, എഞ്ചിനിൽ തന്നെ എടുക്കും. എഞ്ചിനിൽ നിന്ന് ഒരിക്കലും ഒരു ബെൽറ്റ് വഴിയോ ചെയിൻ വഴിയോ ഈ കംപ്രസറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. കംപ്രസർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയറിന് എന്ത് ചെയ്യും, പ്രഷർ ചെയ്ത് എയർ പുറത്തേക്ക് വരും. ആ പ്രഷർ ചെയ്ത് വരുന്ന എയറിനെ എന്ത് ചെയ്യും, നമ്മൾ എഞ്ചിന്റെ ഇൻലെറ്റിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുക. അപ്പോൾ സൂപ്പർ ചാർജറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്തൊക്കെ എഞ്ചിൻ കറങ്ങുന്നുണ്ടെങ്കിൽ സൂപ്പർ ചാർജറും കറങ്ങുന്നുണ്ടായിരിക്കും. സൂപ്പർ ചാർജർ കറങ്ങുന്നുണ്ടെങ്കിൽ സിലിണ്ടറിനുള്ളിലേക്ക് എയറിനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. എഞ്ചിൻ വലിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ തള്ളി കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എയറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് സമയത്ത് തന്നെ കൂടുതൽ എയറിനെ കൊടുക്കാം. കൂടുതൽ എയറിനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യാൻ പറ്റും. കൂടുതൽ ഫ്യൂവൽ സപ്ലൈ ചെയ്ത് നമുക്ക് കൂടുതൽ പവർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിലിണ്ടറിന്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, അതായത് കുറഞ്ഞ കപ്പാസിറ്റി ഉള്ള സിലിണ്ടറിൽ പോലും നമുക്ക് കൂടുതൽ പവർ ഉണ്ടാക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. ടർബോ ചാർജറിനേക്കാൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് ഇതിൽ പിന്നെ പറയാം. കാരണം ടർബോ ചാർജർ എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. ടർബോ ചാർജർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ചാർജർ പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എഞ്ചിനിൽ നിന്നും പവർ എടുക്കുന്നില്ല. പകരം ടർബോ ചാർജറിലേക്ക് കൊടുക്കാൻ പോകുന്നത് എക്സോസ്റ്റ് ഗ്യാസിന്റെ പ്രഷറാണ്. എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യും, നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ടർബോ ചാർജർ ആണ് ഈ കാണുന്നത്. ടർബോ ചാർജറിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ കാണുന്ന ഭാഗമാണ് ടർബൈൻ എന്ന് പറയുന്നത്, ഇത് കംപ്രസർ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും, കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിനെ വലിച്ചിട്ട് കംപ്രസ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കും. ഇവിടെ എയർ ഉള്ളിലേക്ക് വന്നിട്ട് ഈ ഫാനിനെ കറക്കും. ടർബൈൻ എന്ന് പറഞ്ഞ ഭാഗത്തെ കറക്കിയിട്ട് കംപ്രസ് ചെയ്തിട്ട് എയറിനെ, ഇവിടെയാണ് ടർബൈൻ വരുന്നത്. ഇതിനെ കറക്കിയതിന് ശേഷം അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടല്ലോ, അതായത് എഞ്ചിൻ കത്തിക്കഴിഞ്ഞ ശേഷം പിസ്റ്റൺ തള്ളി പുറത്തേക്ക് വിടുന്ന ആ ഗ്യാസ് ഈ ഫാനിനെ കറക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഫാൻ കറങ്ങുമ്പോൾ ഒരേ ഷാഫ്റ്റിലായതുകൊണ്ട് ഈ ഫാനും കറങ്ങും. ഈ ഫാൻ കറങ്ങി കഴിഞ്ഞാൽ എയറിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം ആവുന്നത് വരെ ഈ ഫാന് കറക്കാനുള്ള അത്രയും പുക വണ്ടിക്ക് ഉണ്ടായിരിക്കില്ല. എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് പുക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫാനിനെ കറക്കുന്നത്. ഇത് കറക്കാനുള്ള അത്രയും പുകയില്ലെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. അപ്പോൾ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ടായി കുറച്ച് നേരം റൺ ആവുന്നത് വരെ ഈ സാധനം കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉപയോഗം ഉണ്ടായിരിക്കില്ല. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് പക്ഷെ അങ്ങനെയല്ല. എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഒരു പുള്ളിയുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കപ്പി വെച്ചിട്ടുണ്ട്. ഈ പുള്ളി ഒരു ബെൽറ്റ് ഉപയോഗിച്ച് എഞ്ചിനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എഞ്ചിൻ കറങ്ങുമ്പോഴൊക്കെ ഈ സാധനം, ഈ പുള്ളി കറങ്ങും. ഈ പുള്ളി കറങ്ങിക്കഴിഞ്ഞാൽ ഈ കംപ്രസർ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ എഞ്ചിൻ കുറച്ച് ഓടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സൂപ്പർ ചാർജർ വർക്ക് ചെയ്യും.
അതുകൊണ്ട് സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം നമുക്ക് പവർ ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ ടർബോ ചാർജർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പവർ ഔട്ട്പുട്ട് കൂടി തുടങ്ങുള്ളൂ. അതാണ് സൂപ്പർ ചാർജറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം ഇത് എഞ്ചിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനുള്ള പവർ എഞ്ചിനിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, എഞ്ചിൻ പുറത്തേക്ക് പോകുന്ന ഗ്യാസിന്റെ പവർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എഞ്ചിന്റെ പവർ ഇതിന് ആവശ്യം വരുന്നില്ല. ടർബോ ചാർജറിന് പവർ സെപ്പറേറ്റ് ആവശ്യമില്ല, സൂപ്പർ ചാർജറിന് പവർ എന്ത് ചെയ്യണം, എഞ്ചിനിൽ നിന്ന് വലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ലോസ് വരും. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത ഒരു സെഷൻ തന്നെ പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസറാണ്. ആ കംപ്രസർ എന്ത് ചെയ്യും, എഞ്ചിന്റെ പവർ ഉപയോഗിച്ചിട്ട്, ഇപ്പം എഞ്ചിന്റെ പവർ ഒരു ബെൽറ്റോ ചെയിനോ വഴി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യുന്നത്. ആ കംപ്രസ് ചെയ്ത എയറിനെ നേരിട്ട് എഞ്ചിന്റെ ഇൻടേക്കിലേക്ക് കടത്തി വിടുന്നു. സൂപ്പർ ചാർജർ എന്ന് പറയുകയാണെങ്കിൽ അതിൽ രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും, ഒരു കംപ്രസറും ഒരു ടർബൈനും ഉണ്ട്. എക്സോസ്റ്റ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഒരു ടർബൈൻ വർക്ക് ചെയ്യിപ്പിക്കും. ആ ടർബൈൻ വർക്ക് ചെയ്യുന്ന പവർ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്ത എയറിനെ നമ്മൾ ഇൻടേക്കിലേക്ക് കയറ്റി വിടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ചാർജറും ടർബോ ചാർജറും തമ്മിലുള്ള വ്യത്യാസം. അത്രയും മാത്രം നമ്മൾ തൽക്കാലം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി നമുക്ക് വരുന്ന വഴിയെ ടർബോ ചാർജറും സൂപ്പർ ചാർജറും വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. ഇതാണ് സൂപ്പർ ചാർജറിന്റെ ചിത്രം, ഇതാണ് ടർബോ ചാർജറിന്റെ ചിത്രം.